എല്ലാ കൂട്ടുകാർക്കും എൻജോയ് ദി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അപ്രൂട്ടിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഹാബിറ്റാറ്റ് സീഡ് ഗ്രോൺ നോവ ടാൻസാനിയാണ്. ഈ ഒരു പോട്ടിൽ നട്ടിട്ട് ഇപ്പോൾ കഷ്ടി 1 ഇയർ ആയി. കറക്റ്റ് ഒരു വർഷമായിട്ടുണ്ട്. സെപ്റ്റംബർ 13-ാം തീയതിക്ക് കറക്റ്റ് ഒരു വർഷമായി. ഇന്ന് സെപ്റ്റംബർ 11, 2 ദിവസം കൂടെ ഉള്ളൂ. ഇത് 1.5 വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ കഷ്ടി ഒരു 6 ഇഞ്ച്, അതിൻ്റെ സീഡ്ലിങ് കിട്ടുമ്പോൾ ഒരു 6 ഇഞ്ച് സൈസ് ഉണ്ടായിരുന്നുള്ളൂ. ആ 6 ഇഞ്ച് സൈസ് ഇപ്പോൾ കഷ്ടി ഒരു 2 അടിക്ക് മീതെ ഹൈറ്റായി. അതുപോലെ നിറച്ച് ബ്രാഞ്ചും കാര്യങ്ങളായി. ഇപ്പോൾ ഇത് അപ്രൂട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ പോട്ടി മിക്സ് ഒരു 2 ഇഞ്ച് താഴെയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ കൂടുതൽ മുകളിലേക്ക് പൊന്തിപ്പോയി. കുറേ പോട്ടി മിക്സ് ഒക്കെ പുറത്ത് ചാടിപ്പോയി, ചട്ടി ബൾജായിട്ട് ഉണ്ട്. അപ്പോൾ ഇത് അപ്രൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കൂടെ നമ്മൾ കുറേ ചെടികൾ, നമ്മൾ ഓണത്തിന് വേറെ ഓഫറുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓണത്തിന് എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും. എനിക്കും നല്ല തിരക്ക് തന്നെയായിരുന്നു, വീട്ടിലെ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഓഫറുകളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് പുതിയ വിത്തുകൾ ഉണ്ട്. വിത്തുകൾ നല്ല ഓഫറിലേക്ക് എടുക്കും. പിന്നെ അഡീനി അറേബ്യൻ ചെടികൾ, നല്ല ചെടികളുണ്ട്. അപ്പോൾ ഓണത്തിൻ്റേതായിട്ടുള്ള ഒരു സെയിൽസ് നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. അപ്പോൾ ചെടികളും വിത്തുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് മുകളിൽ. എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. അധികം സ്റ്റോക്കില്ല, കുറച്ച് സ്റ്റോക്കുള്ളൂ. ഓണത്തിൻ്റേതായിട്ടുള്ളൊരു ഓഫറിലുള്ള സ്റ്റോക്ക് കുറച്ചുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് പ്ലാന്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് അയച്ചു തരുന്നതായിരിക്കും. കാരണം ഇത് ഒരു 10-15 ദിവസത്തേക്കുള്ള ഒരു ഓഫർ മാത്രമേ ഉള്ളൂ. കാരണം അതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, കേരളത്തിലേക്ക്. അടുത്ത ഒക്ടോബറിൽ പകുതിയോട് കേരളത്തിലുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരെ കേരളത്തിൽ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി അവിടെ ആയിരിക്കും, കേരളത്തിലായിരിക്കും 1 മാസത്തോളം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നോവ ടാൻസാനിയ അപ്രൂട്ട് ചെയ്യണു. എങ്ങനെയാണ് അതിൻ്റെ കോഡക്സ്, നിലവാരം, കാര്യങ്ങളൊക്കെ, എന്താണ് ഷേപ്പ് എന്നുള്ളതൊക്കെ. മുകളിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഷേപ്പ് ഉണ്ട്, നല്ല ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിലേക്ക് ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്കിത് അപ്രൂട്ട് ചെയ്യാം. ചട്ടി ഓൾറെഡി ബൾജായിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ നോവ ടാൻസാനിയ. അത്യാവശ്യം വേരുകളുണ്ട്. വേരുകൾ കുമിഞ്ഞു കൂടിയൊക്കെ. നല്ല സമയത്താണ് നമ്മളിത് അപ്രൂട്ട് ചെയ്യാൻ നോക്കിയത്. അടിയിൽ ചെറിയൊരു ചീച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒത്തിരി വേരുകളുണ്ട്. ഒത്തിരി വേരുകളും നല്ല ഷേപ്പുള്ളൊരു വേരുണ്ട്. ചില ചെടികളും അപ്രൂട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് സമയമാകുമ്പോൾ നമുക്കതിൻ്റെ സ്വഭാവങ്ങളൊക്കെ കാണിച്ചു തരും. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം വേരുകൾ പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്കുക. അതുപോലെ പോട്ടി മിക്സ് അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരിക. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെടി നമുക്ക് ഒരു ഇത് തരും. എന്നെ പറിച്ച് നടാറായി, ഒന്ന് ശ്രദ്ധിക്കൂ എന്നെ എന്നുള്ളത്.
അടിപൊളി ചെടിയാണ്. ഞാനിത് ഇനി വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇതിൻ്റെ പോട്ടിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിൻഡറും വെർമി കമ്പോസ്റ്റ് അതുപോലെ റൈസ് വേസ്റ്റ് ഉമി ഈ വക സാധനങ്ങളാണ് ഇതിൻ്റെ പോട്ടി മിക്സ്. ഇത് നല്ല ഫ്രഷ് ആയിട്ട് നല്ല എയറേഷനൊക്കെ ഉള്ള കാരണം നന്നായി വേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലേ വേരുകൾക്കൊക്കെ ഒരു ചെറിയൊരു ചീച്ചിൽ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു വേര് താഴത്തുനിന്നുള്ളത് ഇങ്ങോട്ടുള്ള വേര് ഇതായി പോയി. അത് കുഴപ്പമില്ല, നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു. ഇതുപോലെ നമ്മൾ പ്ലാന്റ് വാഷ് ചെയ്യാൻ നേരത്ത് ചീച്ചിലുള്ള വേരുകൾ അതുപോലെ മറ്റുള്ള ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉള്ള വേരുകൾ അതൊക്കെ നമുക്ക് നന്നായി വാഷ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചീഞ്ഞു പോയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നന്നായി അത് റിമൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഫംഗൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് പ്രഷർ ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കുന്നത്. പരമാവധി നമ്മൾ കൈ കൊണ്ടും ബ്ലേഡ് കൊണ്ടും അങ്ങനെയുള്ള ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഒത്തിരി ക്ലീൻ ഒത്തിരി റോട്ടണായിട്ടുണ്ടെങ്കിൽ നന്നായി വേരുകൾ ചീഞ്ഞു പോകാനുള്ളൊരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ എനിക്ക് കൈ കൊണ്ട് എടുത്ത് കളയാവുന്നുള്ളൊരു സംഭവമുള്ള പോലെ നമുക്ക് ഈ പ്രഷർ പമ്പ് വെച്ചിട്ട് നമുക്ക് ഇത് അടിച്ച് കളയാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. പരമാവധി അതിലുള്ള വേസ്റ്റുകൾ കാര്യങ്ങൾ മണ്ണ് അങ്ങനത്തെ പഴയ നമ്മളെ പോട്ടിലുണ്ടായിരുന്ന നമ്മളെ കുറച്ച് മിക്സുകൾ കാര്യങ്ങളൊക്കെ ഇടയിൽ കുടുങ്ങിയിരിക്കുക അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഇതുപോലെ പ്രഷർ പമ്പ് ഉപയോഗിച്ച് നന്നായി റിമൂവ് ചെയ്ത് കളയുക. എന്നാൽ തന്നെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും പറ്റും. നോവ ടാൻസാനിയ നമ്മൾ അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് ക്ലീനാക്കി, അതുപോലെ തന്നെ നമ്മൾ ആവശ്യമുള്ളിടത്തൊക്കെ എവിടെയൊക്കെയാണ് നമ്മൾ ഫംഗിസൈഡ് ചെയ്യുന്നത് വെച്ചാൽ അവിടെയൊക്കെ ഫംഗിസൈഡ് ചെയ്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളൊരു ഒരാഴ്ചയോളം മിനിമം ഒരു 5 ദിവസം 6 ദിവസം നമ്മൾ ഇതുപോലെ കീപ്പ് ചെയ്യും. നല്ല ക്ലൈമറ്റ് നല്ല രീതിയിൽ ഉണ്ട്. ഇപ്പം മഴയൊന്നുമില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു 4-5 ദിവസം കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും റിപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? നല്ല അടിപൊളി പ്ലാന്റാണ്. ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ പ്ലാന്റാണ്. കറക്റ്റ് സമയത്ത് നമ്മളതിനെ പ്ലാന്റിനെ രക്ഷപ്പെടുത്തിയെടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് റൂട്ടുകൾ കംപ്ലീറ്റ് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇതുപോലെ നമുക്ക് ചെടികൾ നമുക്ക് പറഞ്ഞു തരും. നമ്മളുടെ ഇത് എന്നെ റീപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ ചട്ടി പൊട്ടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പോട്ടി മിക്സ് കംപ്ലീറ്റ് പുറത്തേക്ക് വരിക. ഇത് അത്യാവശ്യം പോട്ടി മിക്സ് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഒരു വർഷം 1.5 വർഷം പ്രായമുള്ളൂ. പക്ഷേ കറക്റ്റ് ഈ മാസം, അതായത് സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം നമ്മളിതിന് ചെറിയൊരു പ്ലാന്റ്, അന്ന് ഇത്ര വലുപ്പമുള്ളൂ, ഈ ഒരു 9 ഇഞ്ച് മാക്സിമം സൈസുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ആ പ്ലാന്റിനാണ് നമ്മൾ ഒരു വർഷം കൊണ്ട് ഈ ഒരു ടൈപ്പിലാക്കി എടുത്തത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ നമ്മളെ ഓണത്തിൻ്റെ ഓഫറുകളുണ്ട്.
അറേബ്യക്കൻ ചെടികളുടെ ഓഫറുകൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്കുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. ഇത് പിന്നെ ഇതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും. ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ തരും. ഇപ്പോൾ അഥവാ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഈ പ്ലാൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇത് തരാൻ തയ്യാറാണ്, അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ല. മനസ്സിലായി. ഇനിയിപ്പോൾ അത് മേടിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും ഇതിനെ സെറ്റപ്പ് ആക്കി എടുക്കും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യും. ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു 1.5 വർഷം പ്രായമായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇത് ഷേപ്പ് ചെയ്ത് നമുക്ക് വീണ്ടും നല്ലൊരു രീതിയിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക. ഒന്ന് മനസ്സിലായോ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രീഷ്യസ്. ഇതിൻ്റെ ബ്രാഞ്ചസ് തന്നെ കണ്ടാൽ മതി. ഉണ്ടോ എന്താ ബ്രാഞ്ചുകളെന്ന് അറിയും. അതുപോലെ ഇത് ഇനി നന്നായി ഫ്ലവറിങ് വരാനും ചാൻസ് ഉണ്ട്. അടുത്തൊരു മാസം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ഫ്ലവർ ചെയ്യും. ഇപ്പം തന്നെ ഇതിന് ഫ്ലവർ ബഡ്സ് ഉണ്ട്, അതൊന്നും കുഴപ്പമുള്ളതല്ല. അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ കുറച്ച് നമുക്ക് സെയിലിനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ നമുക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ വിത്തുകളും ഉണ്ട്, കുറച്ച് അധികം വിത്തുകളുണ്ട്. അഥവാ ഇതില്ലാന്നുണ്ടെങ്കിലും നമ്മൾ നാട്ടിൽ നിന്നിട്ടായാലും നമ്മൾ പ്ലാന്റുകളുടെ കാര്യം വിത്തുകൾ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നാട്ടിൽ നിന്ന് ഞാൻ ഡിസ്പാച്ച് ചെയ്യും. പ്ലാന്റുകൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കൂടുതലും ഡിസ്പാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ അത്രയും വേണ്ടി വരുമ്പോൾ നമ്മളിവിടെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മളെ ചെടികൾ നോക്കാനും വെള്ളം ഇതൊക്കെ നനയ്ക്കാനായിട്ട് ആൾക്കാരുണ്ട്. നമ്മളൊരു മാസം നാട്ടിൽ പോകാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. താങ്ക് യു. ബൈ.